നിർത്തിയത് തേടിയ വള്ളി കാലിൽ ചുറ്റി. ഒന്നും ചോദിച്ചില്ലാലോ, എല്ലാം അറിയണം. വരൂ. നിങ്ങൾ കണ്ടേല്ലേ? എല്ലാ ദിവസത്തെ എപ്പിസോഡ്സ് കണ്ടേല്ലേ? പക്ഷേ ഒരു അൺഫെയർ ആയിട്ടുള്ള എവിക്ഷൻ ആണ് എല്ലാരും പറയുന്നത്. അറിയില്ല എങ്കിൽ ആ വിഷയം ചർച്ച ചെയ്യാം. ചർച്ച വേണ്ട, ചർച്ച വേണം. ലോൺ നിന്നിടത്തോളം സത്യസന്ധയോട് നിന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ട്. അല്ല, ചേട്ടന് ഇത്രയും വോട്ട് ഉണ്ടായിട്ടും ഔട്ടായത് എന്തുകൊണ്ടാണെന്നുള്ളത് എന്തായിരിക്കും അറിയില്ല. ഇതിനെക്കുറിച്ച് രണ്ടു വാക്ക് പറ. ഇതിനെക്കുറിച്ച് അതുകൊണ്ടാണ് സത്യം. ചേട്ടൻ ഔട്ടായെന്ന് പറയുമ്പോൾ മസ്താനി അവിടെ ചുള്ളിച്ചാടുമായിരുന്നു. അവന്മാർ അങ്ങനെ പറയുന്ന അത് ആളുടെ സന്തോഷം. ഞാൻ ഔട്ടായതിൽ ആൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ വലിയ കാര്യമല്ലേ? ചേട്ടൻ വിചാരിച്ചിരുന്നു കേട്ടോ ഇപ്പോ എവിക്ഷൻ ആകുമെന്ന് വിചാരിച്ചിരുന്നു? ഞാൻ അറിയില്ല. ഞാൻ നന്നായിട്ട് ഗെയിം ചെയ്തു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഞാൻ വിശ്വസിക്കൂ? ഇല്ല, വിശ്വസിക്കില്ലേ? എന്റെ മതി, നിന്റെ ചായ കുടി. അഹങ്കാരി. ഈ മസ്താരി പറയേണ്ടത് ചേട്ടൻ ഭയങ്കരമായിട്ട് തെറി വിളിച്ചു, അതുകൊണ്ടാണ് പുറത്തു പോയെന്നൊക്കെ പറയുന്നുണ്ട്. അതെന്ത് കോപ്പല നിയമ? ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും, എന്താണെന്ന് സംഭവം എനിക്കും പിടുത്തം കിട്ടിയിട്ടില്ല. ഇന്നലെ ഞാൻ എവിക്ഷനായി പുറത്തിറങ്ങി. ഈ നിമിഷം വരെ എനിക്കും പിടികിട്ടിട്ടില്ല എന്ത് കാരണങ്ങൾ കൊണ്ടാണ് ഞാൻ എവിക്ഷൻ ആയെന്ന്. എനിക്ക് കാരണവരുടെ തീരുമാനങ്ങൾ എന്തായിരിക്കും ഒരു തെറി വിളിച്ചതിന്റെ പേരിൽ പുറത്താവും അങ്ങനെ എനിക്ക് തോന്നുന്നുണ്ടോ? ഓഹോ, അത് ശരി. ആ ചോദ്യത്തിന് പ്രശസ്തി ഇല്ല. മസ്താനി പറഞ്ഞ ചോദ്യത്തിന് പ്രശസ്തി ഇല്ല. ഓരോ ജന്മങ്ങളെ ഒരാൾ തെറി പറഞ്ഞു എന്ന് കരുതി എവിക്റ്റ് ആക്കണമെങ്കിൽ എത്ര പേരെ കഴിഞ്ഞ സീസണുകളിലൊക്കെ എവിക്റ്റ് ആക്കണം? ഒരു കാര്യം ഷുവറാണ്, അവള് നമ്മളെക്കാട്ടിലും ഫ്രോഡാണ്. ഇനി ഒരു തിരിച്ചു വരവുണ്ടാവില്ല ശശി. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.